അവഗണനയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി മനുഷ്യച്ചങ്ങല തീർത്ത് ഡിവൈഎഫ്ഐ. ജില്ലയിൽ ചെറുതുരുത്തി പാലം മുതൽ കൊരട്ടി പൊങ്ങം വരെ 70 കിലോമീറ്റർ ദൂരത്തിൽ മനുഷ്യച്ചങ്ങല തീർത്തു. ദയാവധത്തിനായി ഹൈക്കോടതിയെ സമീപിച്ച് കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകനായ ജോഷി. മുഴുവൻ സമ്പാദ്യവും കരുവന്നൂർ ബാങ്കിലാണെന്നും ജീവിക്കാൻ നിവൃത്തിയില്ലെന്നും ജോഷി. അറസ്റ്റിലായ കുഴൽപ്പണ കവർച്ചക്കാരൻ കോടാലി ശ്രീധരനെയും മകനെയും കോടതി റിമാൻഡ് ചെയ്തു. പുതിയ തട്ടിപ്പിനുള്ള ശ്രീധരന്റെ നീക്കത്തിനിടെയാണ് അറസ്റ്റെന്ന് പോലീസ്. തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്കുള്ള ട്രെയിൻ സർവീസുകൾക്ക് മണിക്കൂറുകളുടെ ഇടവേള. റദ്ദാക്കിയ ഗുരുവായൂർ തൃശൂർ ട്രെയിൻ സർവീസ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വാർത്തകൾ വിശദമായി. കേന്ദ്ര അവഗണനയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി മനുഷ്യച്ചങ്ങല തീർത്ത് ഡിവൈഎഫ്ഐ. ജില്ലയിൽ 1.5 ലക്ഷം പേരാണ് മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായത്. കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനും എതിരായിട്ടായിരുന്നു മനുഷ്യച്ചങ്ങല. ജില്ലയിൽ ചെറുതുരുത്തി പാലം മുതൽ കൊരട്ടി പൊങ്ങം വരെ 70 കിലോമീറ്റർ ദൂരത്തിൽ ചങ്ങല തീർത്തു. ജില്ലയിലെ 18 കേന്ദ്രങ്ങളിൽ പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചിരുന്നു. അയോധ്യയിൽ പ്രതിഷ്ഠിക്കാൻ പോകുന്ന രാമൻ ഗാന്ധിയുടെ രാമനല്ലെന്ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റും കവിയുമായ കെ സച്ചിദാനന്ദൻ. ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു സച്ചിദാനന്ദൻ. കേന്ദ്രം കേരളത്തിനുമേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണെന്ന് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സിപിഎം ജില്ലാ സെക്രട്ടറി എം വർഗീസ് പറഞ്ഞു. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയഘോഷ് അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ മുൻപിൽ തീർത്ത മനുഷ്യച്ചങ്ങലയിൽ സിപിഎം ജില്ലാ സെക്രട്ടറി എം വർഗീസ്, പി ബാലചന്ദ്രൻ എംഎൽഎ, എൽഡിഎഫ് ജില്ലാ കൺവീനർ കെ വി അബ്ദുൾ ഖാദർ, സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ, അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ, സെക്രട്ടറി പി അബൂബക്കർ, സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി, സംവിധായകൻ പ്രിയനന്ദനൻ, കവികളായ ഡോക്ടർ സി രാവുണ്ണി, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ തുടങ്ങിയവർ പങ്കാളികളായി. ദയാവധത്തിനായി അപേക്ഷിച്ച് കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകൻ. മാപ്രാണം കുറുപ്പം റോഡിൽ വടക്കേത്തല വീട്ടിൽ ജോഷിയാണ് ദയാവധത്തിനായി ഹൈക്കോടതി ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും അപേക്ഷ നൽകിയത്. ഗതികേട് കൊണ്ടാണ് താൻ ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നും മക്കളുടെ വിദ്യാഭ്യാസവും ചികിത്സയും വരെ മുടങ്ങിയിട്ടും ബാങ്ക് അധികൃതർ തന്നെ പരിഹസിക്കുകയാണെന്നും ജോഷി പറയുന്നു. കഴിഞ്ഞ 20 വർഷത്തിനിടെ 2 തവണ ട്യൂമറടക്കം 21 ശസ്ത്രക്രിയകൾക്കും ദീർഘമായ ചികിത്സകൾക്കും വിധേയനാണ് ജോഷി. 7.5 വർഷം ഊന്നുവടികളിൽ ആയിരിക്കുമ്പോൾ തുടങ്ങി രാപ്പകൽ അധ്വാനിച്ച ജോഷിയുടെ മുഴുവൻ സമ്പാദ്യവും കരുവന്നൂർ സഹകരണ ബാങ്കിലാണ് നിക്ഷേപിച്ചത്. നിക്ഷേപങ്ങൾ തിരികെ ചോദിച്ചപ്പോൾ പണമെല്ലാം അതാത് SB അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നായിരുന്നു മറുപടി. 4% മാത്രം പലിശ പാസ്ബുക്കിൽ രേഖപ്പെടുത്തിയെങ്കിലും 5 മാസത്തിലേറെയായിട്ടും പണം തിരികെ ലഭിച്ചില്ല. ഇങ്ങനെ 12 ലക്ഷത്തോളം രൂപ വീണ്ടും തട്ടിയെടുത്തതായി ജോഷി പറയുന്നു. എൻ്റെ പേരിൽ ഏകദേശം 30 ലക്ഷം രൂപയിൽ താഴെയുണ്ട്. വൈഫിൻ്റെ പേരിലുണ്ട്, പിന്നെ ഭാര്യയുടെ അമ്മയുടെ സഹോദരിയുടെ അവരുടെ മോളുടെ, അങ്ങനെ 5 പേരുടെ കൂടിയിട്ടാണ്. ഇനി എൻ്റെ കണക്കിൽ ഒരു 85 ലക്ഷം രൂപ എനിക്ക് തരണം. അതിൽ നിന്ന് അവർ പലിശ കട്ടെടുത്തിട്ട് വെട്ടിക്കുറച്ചിട്ട് 72 ലക്ഷം രൂപയുള്ളതെന്നാണ് ഇപ്പോൾ അവർ പറയണത്. എല്ലാ ആളുകളുടെയും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അവർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ള, കരുവന്നൂർ നിക്ഷേപിച്ചിട്ടുള്ള എല്ലാവരുടെയും ചെയ്തിട്ടുണ്ട്. ഇനി ഒരു തകർന്ന സഹകരണ ബാങ്കുകളുടെ ഒക്കെ അവസ്ഥ ഇത് തന്നെയാണ്. ഇവർക്ക് തോന്നുന്ന പോലെയാണ് ഇവർ വിധിക്കുക. ഇവരുടെ മുകളിൽ നിയമമില്ല എന്ന് പറയണേ. ഇവരെ വിധിക്കാനായിട്ട് കോടതിക്ക് കൂടി നിയമമില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി 5 തവണ കരുവന്നൂർ ബാങ്കിലും തൃശൂർ കളക്ടർക്കും നവകേരള സദസ്സിലും പരാതി കൊടുത്തുവെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. ഹൈക്കോടതിയിൽ കേസ് നടത്തി 1.5 വർഷമായിട്ടും യാതൊരു തീരുമാനവും ഉണ്ടാകാതിരുന്ന സാഹചര്യത്തിലും എറണാകുളത്തേക്ക് യാത്ര ചെയ്ത് കോടതി കാര്യങ്ങൾ അന്വേഷിക്കാനും ആരോഗ്യസ്ഥിതി അനുവദിക്കാത്തതിനാൽ ജോഷി ആ കേസും പിൻവലിച്ചു. ഈ സാഹചര്യത്തിലാണ് ജോഷി ദയാവധത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചത്. TCV ഇരിങ്ങാലക്കുട. അറസ്റ്റിലായ കുപ്രസിദ്ധ കുഴൽപ്പണ കവർച്ചക്കാരൻ കോടാലി ശ്രീധരൻ, മകൻ അരുൺ എന്നിവരെ ചാലക്കുടി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ചാലക്കുടി ഡിവൈഎസ്പി TS സിനോജിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് വെള്ളിയാഴ്ച വൈകിട്ട് കോടാലി ശ്രീധരനെ പിടികൂടിയത്. 2005-ൽ സ്ത്രീയെ വീട് കയറി മർദ്ദിക്കുകയും 2006-ൽ കോതമംഗലത്ത് വെച്ച് മാരകായുധങ്ങളുമായി കവർച്ച നടത്തിയതിനും ശ്രീധരനെ അറസ്റ്റ് ചെയ്തിരുന്നു.
ഈ കേസുകളിൽ ജാമ്യം എടുത്ത കോടാലി ശ്രീധരൻ പിന്നീട് ഒളിവിൽ പോവുകയായിരുന്നു. ബംഗളൂരു മേഖലയിലേക്ക് തന്റെ പ്രവർത്തനം മാറ്റുകയും അവിടെ വെച്ച് നിരവധി കുഴൽപ്പണ തട്ടിപ്പിന് നേതൃത്വം നൽകുകയും ചെയ്തു. ഈ കാലയളവിൽ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലും സമാനമായ കേസിൽ ഉൾപ്പെട്ടു. കൊരട്ടി മാമ്പ്രയിൽ 1 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ശ്രീധരന്റെ വീട് നിർമ്മാണം പൂർത്തിയായി വരികയാണ്. റിമാൻഡിൽ കഴിയുന്ന ശ്രീധരനെ മറ്റു കേസുകളിലും അറസ്റ്റ് ചെയ്യാനാണ് നീക്കം. കോടാലി ശ്രീധരന്റെ അറസ്റ്റിലൂടെ പോലീസ് തടയിട്ടത് പുതിയ തട്ടിപ്പുകൾ. മാസങ്ങൾക്ക് മുൻപ് ആവിഷ്കരിച്ച പുതിയ ദൌത്യത്തിന്റെ മുന്നോടിയായാണ് ശ്രീധരൻ ഈയിടെ എറണാകുളം, കോട്ടയം ജില്ലകളിൽ തങ്ങിയത് എന്നാണ് സൂചന. പോലീസിന്റെ നീക്കങ്ങൾ തിരിച്ചറിയാൻ ശ്രീധരൻ സംവിധാനം ഒരുക്കിയിരുന്നു. റദ്ദാക്കിയ ഗുരുവായൂർ തൃശൂർ ട്രെയിൻ സർവീസ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്കുള്ള ട്രെയിൻ സർവീസുകൾക്ക് മണിക്കൂറുകളുടെ ഇടവേളയാണുള്ളത്. രാവിലെ 11:25 തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്കുള്ള സർവീസ് കഴിഞ്ഞാൽ അടുത്ത ട്രെയിൻ മണിക്കൂറുകൾ പിന്നിട്ട് രാത്രിയാണ്. ഉച്ചയ്ക്ക് ഗുരുവായൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ട്രെയിൻ പോയാൽ പിന്നെയുള്ളത് രാത്രി 11-ന് ശേഷമുള്ള ചെന്നൈ എഗ്മോർ ട്രെയിനും. നിർത്തിവെച്ച ഗുരുവായൂർ തൃശൂർ പാസഞ്ചർ സർവീസ് പുനഃസ്ഥാപിച്ചാൽ യാത്രക്കാർക്ക് ഗുണമാകും. വൈകിട്ട് 5-ന് ഗുരുവായൂരിൽ നിന്ന് തൃശൂരിലേക്കും തിരിച്ച് തൃശൂരിൽ നിന്ന് പുറപ്പെട്ട് രാത്രി 7:30-ന് ഗുരുവായൂരിലെത്തുമെന്ന രീതിയിലായിരുന്നു സർവീസ്. പകൽ മുഴുവൻ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്ന ചെന്നൈ എഗ്മോർ ട്രെയിൻ ഉപയോഗിച്ചാണ് ഈ സർവീസ് നടത്തിയിരുന്നത്. കോവിഡ് വ്യാപനത്തിന്റെ പേരിൽ 2020 ഫെബ്രുവരിയിൽ നിർത്തിവെച്ച ഈ ട്രെയിൻ സർവീസ് പിന്നീട് പുനഃസ്ഥാപിച്ചില്ല. ഗുരുവായൂരിലെത്തുന്ന തീർത്ഥാടകർക്കുൾപ്പെടെ ഏറെ സഹായകരമായിരുന്ന ഈ സർവീസ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണ്. TCV ന്യൂസ്, തൃശൂർ. കോട്ടപ്പുറം രൂപതയുടെ 3ാമത് ബിഷപ്പായി ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ അഭിഷിക്തനായി. വലിയ ഇടയന്റെ സ്ഥാനാരോഹണത്തിന് ആയിരങ്ങൾ സാക്ഷിയായി. കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ മൈതാനത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ സംഘടിപ്പിച്ച തിരുക്കർമ്മങ്ങളിൽ ഇന്ത്യയുടെ വത്തിക്കാൻ സ്ഥാനപതിയും വിവിധ സഭാധ്യക്ഷന്മാരും വൈദികരും സന്യസ്തരും വിശ്വാസികളും പങ്കെടുത്തു. കത്തീഡ്രലിന്റെ മുഖ്യ കവാടത്തിൽ നിയുക്ത ബിഷപ്പ് മാർ അംബ്രോസ് പുത്തൻവീട്ടിൽ, വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോപോൾഡോ ജിറല്ലി എന്നിവരെ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല, ഡോക്ടർ ജോൺസൺ പങ്കേത്ത്, കത്തീഡ്രൽ വികാരി ഫാദർ ജാക്സൺ വലിയപറമ്പിൽ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി നടന്നു. കോട്ടപ്പുറം രൂപതയുടെ പ്രഥമ ബിഷപ്പ് എമിരറ്റസ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കലും ദ്വിതീയ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരിയും മുഖ്യ സഹകാർമ്മികരായി. ഡീക്കൻ ജോമിറ്റ് ജോയൻ നടുവിലെ വീട്ടിൽ സുവിശേഷ പാരായണം നടത്തി. ദൈവവചന പ്രഘോഷണത്തിനും സുവിശേഷ വായനയ്ക്കും ശേഷം മെത്രാഭിഷേക ചടങ്ങുകൾ ആരംഭിച്ചു. പുതിയ മെത്രാനെ വിശ്വാസത്തിന്റെ മുദ്രയായി മോതിരമണിയിക്കുകയും ശിരസിൽ അംശമുടി അണിയിക്കുകയും അധികാരദണ്ഡ് നൽകുകയും ചെയ്തു. TCV, കൊടുങ്ങല്ലൂർ. മണലിയിൽ പാചകവാതക സിലിണ്ടറുകൾ കൊണ്ടുപോകുകയായിരുന്ന ടെമ്പോയ്ക്ക് തീപിടിച്ചു. ഒഴിവായത് വൻ ദുരന്തം. മണലി മടവാക്കരയിലായിരുന്നു സംഭവം. പുതുക്കാട് വിഷ്ണു ഗ്യാസ് ഏജൻസിയുടെ വാഹനമാണ് കത്തിയത്. വാഹനത്തിൽ 40 സിലിണ്ടറുകളാണ് ഉണ്ടായിരുന്നത്. വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് തീപിടുത്തമുണ്ടായത്. ക്യാബിനിലേക്കും തീ പടർന്നു. ഡ്രൈവറും നാട്ടുകാരും ചേർന്ന് തീ കെടുത്തി. ഡ്രൈവറുടെയും നാട്ടുകാരുടെയും സമയോചിതമായ ഇടപെടലാണ് വലിയൊരു ദുരന്തം ഒഴിവാക്കിയത്. പുതുക്കാട് നിന്നും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയിരുന്നു. ഇരിങ്ങാലക്കുടയിൽ ക്ഷേത്ര ദർശനത്തിന് പോവുകയായിരുന്ന വീട്ടമ്മയുടെ 6 പവൻ തൂക്കമുള്ള സ്വർണ്ണമാല ബൈക്കിലെത്തിയ സംഘം കവർന്നു. ഇരിങ്ങാലക്കുട പേഷ്കാർ റോഡിൽ താമസിക്കുന്ന കൃഷ്ണസദനത്തിൽ വിജയൻ മാരാരുടെ ഭാര്യ ഗീതയുടെ മാലയാണ് ബൈക്കിലെത്തിയ 2-അംഗ സംഘം കവർന്നത്. രാവിലെ കൂടൽമാണിക്യ ക്ഷേത്ര ദർശനത്തിന് പോകുന്നതിനിടയിൽ രാമൻചിറ റോഡിൽ വെച്ചായിരുന്നു സംഭവം. പരിസരത്ത് സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറകളിലെ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. വഴിയാത്രക്കാരിയായ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുകയും പിന്തുടർന്ന് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്ത 3 യുവാക്കളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കടങ്ങോട് പള്ളിമേപ്പുറം കുളങ്ങര വളപ്പിൽ ആസിഫ്, ആദൂർ സ്വദേശികളായ കല്ലൂർ പറമ്പിൽ രജനീഷ്, അമ്പലത്ത് വീട്ടിൽ അബ്ബാസ് എന്നിവരാണ് അറസ്റ്റിലായത്. 3 പേരും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. അബ്ബാസിനെയും ആഷിഫിനെയും നേരത്തെ പോലീസ് കാപ്പ ചുമത്തി നാടുകടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെ എയ്യാൽ ആദൂർ റോഡിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ യുവതി സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോഴാണ് പ്രതികൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. ബൈക്കിൽ പിന്തുടർന്ന പ്രതികൾ യുവതിയുടെ സ്കൂട്ടർ തടഞ്ഞു നിർത്തി നഗ്നത പ്രദർശിപ്പിക്കുകയും യുവതിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. അതുവഴി വന്ന നാട്ടുകാരാണ് യുവതിയെ രക്ഷപ്പെടുത്തിയത്. നാട്ടുകാർ പ്രതികളെ തടഞ്ഞ് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു.
സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ വ്യാപാരികളിൽ അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയുടെ ഭാഗമായുള്ള മേഖലാ സമ്മേളനം ചാവക്കാട് വ്യാപാര ഭവനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘടനാ ജില്ലാ സെക്രട്ടറി ലൂക്കോസ് തലക്കോട്ടൂർ അധ്യക്ഷത വഹിച്ചു. NR വിനോദ് കുമാർ, ജോജി തോമസ്, KA അസി, ജോർജ് മണ്ണുമൽ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രികനായ വയോധികന് പരിക്കേറ്റു. വെള്ളറക്കാട് സ്വദേശി നീണ്ടൂർ വീട്ടിൽ ജനാർദ്ദനനാണ് പരിക്കേറ്റത്. തൃശൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ശരത് എന്ന ബസ്സാണ് അപകടത്തിനിടയാക്കിയത്. നിർത്തിയിട്ട സ്കൂട്ടറിന്റെ ഹാൻഡിലിൽ പുറകിലെത്തിയ ബസ് ഉടക്കുകയും റോഡിൽ വീണ സ്കൂട്ടർ യാത്രികനെ വലിച്ചുകൊണ്ടുപോവുകയുമായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ജനാർദ്ദനനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആമ്പല്ലൂരിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് വീണ് യുവാവിന് പരിക്കേറ്റു. കല്ലൂർ മരവിൻചുവട് വട്ടക്കുഴി ജോസ് മകൻ നിക്സനാണ് പരിക്കേറ്റത്. കല്ലൂർ വഴിക്ക് സമീപമായിരുന്നു അപകടം. തലയ്ക്ക് പരിക്കേറ്റ നിക്സനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരക്കേറിയ ബസിന്റെ പടിയിൽ നിൽക്കുന്നതിനിടെ പിടിവിട്ട് റോഡിലേക്ക് വീഴുകയായിരുന്നു. ചേറ്റുവയിൽ യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ 3 സഹോദരങ്ങളിൽ 2 പേർ പിടിയിൽ. ഏങ്ങണ്ടിയൂർ അഞ്ചാങ്കല്ല് നേതാജി നഗർ സ്വദേശികളായ പൂച്ചാട്ടിൽ വീട്ടിൽ മണികണ്ഠൻ, രജീവ് എന്നിവരാണ് വാടാനപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. ചേറ്റുവ സ്വദേശി കോറോട്ട് വീട്ടിൽ വിജീഷ്, രാജു എന്നിവർക്കാണ് വെട്ടേറ്റത്. ഇരുവരും ചേറ്റുവ ഹാർബറിലെ യൂണിയൻ തൊഴിലാളികളാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഏങ്ങണ്ടിയൂർ പനയംകുളങ്ങര ഉത്സവാഘോഷത്തോടനുബന്ധിച്ചുള്ള കാവടിയാട്ടത്തിനിടെ കേസിലെ പ്രതികളും വിജീഷിന്റെ സഹോദരൻ അജീഷുമായി തർക്കം നടന്നിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിൽ രാത്രി 8:45 ചേറ്റുവ ഹാർബറിന് സമീപത്ത് വെച്ച് അജീഷിനെ വാളുപയോഗിച്ച് പ്രതികൾ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇത് തടയുന്നതിനിടെ വിജീഷിന്റെ ഇരു കൈകളിലും കഴുത്തിലും പരിക്കേറ്റു. വിജീഷിനെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെ സുഹൃത്ത് രാജുവിന്റെ തലയ്ക്കും വെട്ടേറ്റു. പരിക്കേറ്റ വിജീഷും രാജുവും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതികളിൽ ഒരാളായ സജീവ് ഒളിവിലാണ്. പ്രതികൾക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആക്രമണത്തിന് ഉപയോഗിച്ച വാൾ ഹാർബറിന് സമീപത്ത് നിന്ന് പോലീസ് കണ്ടെടുത്തു. കുന്നംകുളം ആർത്താറ്റ് ഓർത്തഡോക്സ് പള്ളിയിൽ മോഷണം. ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു. ഓഫീസ് മുറിയുടെ വാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്. ശനിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് മോഷണം നടന്നത് എന്നാണ് നിഗമനം. മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന CCTV ദൃശ്യങ്ങൾ പള്ളിയിൽ സ്ഥാപിച്ച CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഓഫീസ് മുറിയിലും ഭണ്ഡാരത്തിലുമായി സൂക്ഷിച്ച 1700 രൂപയാണ് നഷ്ടപ്പെട്ടതെന്ന് പള്ളി ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. ജീവിതത്തിൽ പരമാവധി സത്യസന്ധത പുലർത്താൻ ശ്രമിച്ച ആളായതുകൊണ്ടാണ് തനിക്ക് അസഭ്യവും ആക്ഷേപങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുള്ളതെന്ന് കഥാകാരൻ T. പത്മനാഭൻ. സദസ്സ് സാഹിത്യവേദിയുടെ 10ാം വാർഷികവും ദശാബ്ദി നോവൽ പുരസ്കാര സമർപ്പണവും തൃശൂരിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സദസ്സിന്റെ ദശാബ്ദി നോവൽ പുരസ്കാരം സാഹിത്യകാരി സാറ ജോസഫിന് പത്മനാഭൻ സമ്മാനിച്ചു. സാഹിത്യ അക്കാദമി പ്രസിഡന്റും കവിയുമായ K. സച്ചിദാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. സദസ്സ് പ്രസിഡന്റ് പ്രൊഫസർ PN പ്രകാശ് അധ്യക്ഷത വഹിച്ചു. അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ, എഴുത്തുകാരൻ S. സന്തോഷ് കുമാർ, ചലച്ചിത്ര നിരൂപകൻ I. ഷൺമുഖദാസ്, നോവലിസ്റ്റ് ലിസി, ജേക്കബ് ബെഞ്ചമിൻ എന്നിവർ സംസാരിച്ചു. കേരള സർക്കാർ ജീവനക്കാരെ വഞ്ചിക്കുകയാണെന്നും 7 വർഷം തുടർച്ചയായി ഭരിച്ചിട്ടും 7% ക്ഷാമബത്ത കൊണ്ട് ജീവനക്കാർ സംതൃപ്തി അടയേണ്ട അവസ്ഥയാണ് കേരളത്തിലുള്ളതെന്നും KSTU സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി PKM ഷഹീദ് പറഞ്ഞു. കുന്നംകുളത്ത് KSTU ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസിഡന്റ് PM റഷീദ് അധ്യക്ഷത വഹിച്ചു. KSTU സംസ്ഥാന സെക്രട്ടറി VA ഗഫൂർ, അക്ബർ, ഫൈസൽ, റാഫി, ഹക്കീം തുടങ്ങിയവർ സംസാരിച്ചു. കേരള കാർഷിക സർവകലാശാലയും ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിലും സംയുക്തമായി കേരള കാർഷിക സർവകലാശാലയിൽ സംഘടിപ്പിക്കുന്ന ദ്വിദിന വനിതാ കാർഷിക സംരംഭക മേഖലാ സമ്മേളനത്തിന് തുടക്കമായി. കേന്ദ്ര കൃഷി സഹമന്ത്രി ശോഭ കരന്തലാജെ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചാൻസലർ ഡോക്ടർ B. അശോക് അധ്യക്ഷനായി. കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് ഓൺലൈനായി പങ്കെടുത്തു. മന്ത്രി K. രാജൻ, മാടക്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. കാർഷിക സർവകലാശാല ആസ്ഥാനത്ത് 20-21 ഭരണഘടനയുടെ ആമുഖം ഇനി മുതൽ പാഠപുസ്തകങ്ങളിലേക്ക്. പാഠപുസ്തകങ്ങളിലൂടെ ഭരണഘടനയെക്കുറിച്ച് കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുകയെന്ന വലപ്പാട് GDM LP സ്കൂളിന്റെ ആശയത്തിനാണ് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം കൈവന്നിരിക്കുന്നത്.
കഴിഞ്ഞ 2 വർഷമായി വലപ്പാട് GDMLP എന്ന വിദ്യാലയം ഭരണഘടനയുടെ ആമുഖത്തിനായി തുടങ്ങിവച്ച നിശബ്ദ വിപ്ലവമാണ് ചരിത്രമാകുന്നത്. 2021 ഭരണഘടനാ പരിചയത്തിനായി ഭരണഘടനാ ആമുഖവും പ്രസക്ത ഭാഗങ്ങളും ചിത്രീകരിച്ച് വിദ്യാലയ ചുമരിൽ ഭരണഘടനയുടെ ആമുഖം സ്ഥാപിച്ചതാണ് പ്രചാരണത്തിന് ആക്കം കൂട്ടിയത്. സംസ്ഥാനത്തെ പല വിദ്യാലയങ്ങളും പൊതുസ്ഥാപനങ്ങളും വലപ്പാട് GDMLP സ്കൂളിന് സമാനമായ മാതൃക പിന്തുടർന്നു. ഇതിനിടെ ഭരണഘടന പാഠ്യവിഷയമാക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തും നൽകി. കൂടാതെ സ്കൂളിന് സമീപത്തെ അംഗൻവാടികളിലേക്കും വായനശാലകളിലേക്കും ഭരണഘടനാ ആമുഖമെന്ന ആശയമുയർത്തിയുള്ള ഭരണഘടനാ സന്ദേശ മാർച്ചും നടത്തി. ഇതോടെ ഇവിടെയുള്ള അംഗൻവാടികളിൽ ഭരണഘടനയുടെ ആമുഖം ഇടം പിടിച്ചു. ഈ ആശയങ്ങൾക്കു പിന്നിൽ പ്രധാന അധ്യാപകനായ CK ബിജോയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഏറെ സന്തോഷമുണ്ട്. ഏറെക്കാലമായി വലപ്പാട് GDMLP സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവും ഭരണഘടന പാഠ്യ പദ്ധതിയുടെ ഭാഗമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി കത്തുകൾ സംസ്ഥാന സർക്കാരിലേക്ക് അയച്ചു വരുന്ന സന്ദർഭത്തിലാണ് ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. വലപ്പാട് പഞ്ചായത്ത് ഭരണസമിതിക്ക് വിദ്യാർത്ഥികൾ നൽകിയ നിവേദനം പരിഗണിക്കപ്പെട്ടതോടെ എല്ലാ പൊതുസ്ഥാപനങ്ങളിലും ഭരണഘടനയുടെ ആമുഖം സ്ഥാപിക്കപ്പെട്ടു. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ സമേധം പദ്ധതിയിലൂടെ എല്ലാ വിദ്യാലയങ്ങളിലും വലപ്പാട് മാതൃക പിന്തുടർന്ന് മുൻ വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മദനമോഹനൻ നിർദ്ദേശപ്രകാരം ഭരണഘടനാ ചുമർ സ്ഥാപിക്കപ്പെട്ടു. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായ കൊല്ലം ജില്ലയിലും GDM സ്കൂളിന്റെ ചുമർ മാതൃക ഇടം പിടിച്ചത് മറ്റൊരു നേട്ടമായി. ഭരണഘടനാ പരിചയത്തിനായി കൈപ്പുസ്തകവും GDM സ്കൂൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഗാന്ധിജിയടക്കം രാജ്യം കണ്ട മഹത്തുക്കളുടെ ചിത്രങ്ങളും ഭരണഘടനാ ആമുഖവും അലങ്കാരമാക്കിയ GDM സ്കൂളിനുള്ള അംഗീകാരമാണ് ഭരണഘടനാ ആമുഖം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുമെന്ന സർക്കാർ തീരുമാനത്തിലൂടെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. TCV ന്യൂസ്, തൃപ്രയാർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ജനുവരിയിലെ ഭണ്ഡാരം വരവായി 6,13 ലക്ഷം രൂപ ലഭിച്ചു. 2 കിലോ 415 ഗ്രാം സ്വർണവും 13 കിലോ 340 ഗ്രാം വെള്ളിയും ലഭിച്ചു. പിൻവലിച്ച 2000 രൂപയുടെ 45 കറൻസികളും നിരോധിച്ച 1000 രൂപയുടെ 40ഉം 500ന്റെ 153 കറൻസികളും ലഭിച്ചു. 49ാമത് തൃശൂർ ജില്ലാ ജൂനിയർ പുരുഷ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിന് കൊടുങ്ങല്ലൂരിൽ തുടക്കമായി. ഇ.ടി. ടൈസൺ MLA ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KS കൈസാബ്, ON ജയദേവൻ, ഷീല പണിക്കശ്ശേരി, കൌൺസിലർ പരമേശ്വരൻകുട്ടി, മുൻ നഗരസഭാ ചെയർമാൻ CC ബിപിൻ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ കബഡി ടെക്നിക്കൽ കമ്മിറ്റിയും കൊടുങ്ങല്ലൂർ യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായാണ് കബഡി ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ ചാമ്പ്യൻഷിപ്പ് മത്സരം തൃശൂരിൽ P. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ അധ്യക്ഷനായിരുന്നു. കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് KP കൃഷ്ണദാസ്, KT ബാലൻ, EG സത്യപ്രകാശ്, BK സത്യൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പൊരിങ്ങൽകുത്ത് ഡാമിന്റെ റിസർവോയറിൽ ആനക്കുട്ടിയുടെ ജഡം കണ്ടെത്തി. മുക്കുംപുഴ ആദിവാസി കോളനിയുടെ സമീപത്താണ് ഏകദേശം 1 വയസ്സ് പ്രായമുള്ള ആൺ ആനയുടെ ജഡം കാണപ്പെട്ടത്. പുഴയിൽ നിന്നും ഒഴുകിയെത്തിയതാണെന്ന് കരുതുന്നു. ആദിവാസി കോളനി നിവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് വാഴച്ചാൽ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ജഡം കെട്ടിയിട്ടു. ഞായറാഴ്ച പോസ്റ്റ്മോർട്ടം നടത്തും. ഇനി വാണിജ്യം. IT ഓട്ടോമേഷൻ മേഖലയിലെ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ ഉൽപ്പന്ന വിപണന രംഗത്ത് ഇന്ത്യക്കകത്തും പുറത്തുമായി 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്പൈഡർ ടെക്നോ സോഫ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഫ്രാഞ്ചൈസി കൺസെപ്റ്റായ വ്യാപാർ സ്റ്റോറിന്റെ 7ാമത് ഷോറൂം തൃശൂരിൽ പ്രവർത്തനമാരംഭിച്ചു. കൊക്കാലെ DP പ്ലാസ ബിൽഡിംഗിൽ പ്രവർത്തനമാരംഭിച്ച വ്യാപാർ സ്റ്റോറിന്റെ 7ാമത് ഷോറൂം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. സ്പൈഡർ ടെക്നോ സോഫ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ അരുൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊക്കാല യൂണിറ്റ് സെക്രട്ടറി ജെയിംസ്,
തൃശൂർ IT ഡീലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബിജേഷ്, സെക്രട്ടറി ജയൻ, സൂപ്പർ മാർക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് നന്ദകുമാർ, വ്യാപാർ സ്റ്റോർ തൃശൂർ പാർട്ണർ വർഗീസ്, കമ്പനിയുടെ മറ്റ് ഡയറക്ടർമാർ, ജീവനക്കാർ, കസ്റ്റമേഴ്സ് തുടങ്ങിയവർ സന്നിഹിതരായി. സൂപ്പർ മാർക്കറ്റ്, റെസ്റ്റോറന്റ് തുടങ്ങിയവയ്ക്ക് ബില്ലിംഗിന് ആവശ്യമായ ടച്ച് സ്ക്രീൻ, POS മെഷീൻ, ബാർകോഡ് പ്രിന്റേഴ്സ്, കൺസ്യൂമബിൾസ്, തെർമൽ പ്രിന്റേഴ്സ്, ബാർകോഡ് സ്കാനേഴ്സ്, ബില്ലിംഗ് സോഫ്റ്റ്വെയർസ്, ക്യാഷ് കൗണ്ടിംഗ് മെഷീൻസ്, ഇലക്ട്രോണിക് വെയിങ് സ്കെയിൽസ്, സെൽഫ് സർവീസ് കിയോസ്ക്, ഡിജിറ്റൽ സൈനേജ് ഡിസ്പ്ലേകൾ തുടങ്ങിയ ഉപകരണങ്ങൾ നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങുവാനും ഇവയുടെ സർവീസ് സൗകര്യവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ബില്ലിംഗ് സൊല്യൂഷൻ ഉപകരണങ്ങളുടെ വിപുലമായ ശേഖരം വ്യാപാർ സ്റ്റോറിൽ ഒരുക്കിയിരിക്കുന്നതോടൊപ്പം ആകർഷകമായ നിരവധി ഓഫറുകളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9562 188 199. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി മനുഷ്യച്ചങ്ങല തീർത്ത് ഡിവൈഎഫ്ഐ. ജില്ലയിൽ ചെറുതുരുത്തി പാലം മുതൽ കൊരട്ടി പൊങ്ങം വരെ 70 കിലോമീറ്റർ ദൂരത്തിൽ മനുഷ്യച്ചങ്ങല തീർത്തു. ദയാവധത്തിനായി ഹൈക്കോടതിയെ സമീപിച്ച് കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകനായ ജോഷി. മുഴുവൻ സമ്പാദ്യവും കരുവന്നൂർ ബാങ്കിലാണെന്നും ജീവിക്കാൻ നിവർത്തിയില്ലെന്നും ജോഷി. അറസ്റ്റിലായ കുഴൽപ്പണ കവർച്ചക്കാരൻ കോടാലി ശ്രീധരനെയും മകനെയും കോടതി റിമാൻഡ് ചെയ്തു. പുതിയ തട്ടിപ്പിനുള്ള ശ്രീധരന്റെ നീക്കത്തിനിടെയാണ് അറസ്റ്റെന്ന് പോലീസ്. തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്കുള്ള ട്രെയിൻ സർവീസുകൾക്ക് മണിക്കൂറുകളുടെ ഇടവേള. റദ്ദാക്കിയ ഗുരുവായൂർ തൃശൂർ ട്രെയിൻ സർവീസ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.